എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥേമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഭഗവാൻ മഹാദേവനെ ആരാധിക്കാനായിട്ടുള്ള നിരവധിയായിട്ടുള്ള മാർഗങ്ങളും വിശേഷപ്പെട്ട അവസരങ്ങളും ഭാരതത്തിൽ ഋഷീശ്വരന്മാർ പൂർവ്വസുകൃതികൾ നമുക്ക് കൈ തന്നിട്ട് പോയിട്ടുണ്ട്. അതിൽ ഭഗവാന്റെ പഞ്ചാക്ഷര ആയിക്കോട്ടെ, ഭഗവാന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പ്രദോഷവ്രതം ആയിക്കോട്ടെ, വില്വപത്രം കൂവളം ഭഗവാൻ അർച്ചിക്കാനുള്ള ഏറ്റവും വിശേഷപ്പെട്ട വസ്തു അതായിക്കോട്ടെ, ഇതൊക്കെ ഭഗവാന്റെ തന്നെ പ്രതീകങ്ങളായിട്ടാണ് നമ്മൾ കാണുക. അങ്ങനെ മഹാദേവന്റെ പ്രത്യക്ഷ സ്വരൂപമായിട്ട് നമ്മൾ ആരാധിക്കുന്ന ഒരു വസ്തുവിനെ കുറിച്ച്, ഒരു വിശേഷപ്പെട്ട വസ്തുവിനെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മറ്റൊന്നും തന്നെയല്ല, ഭഗവാന്റെ സാക്ഷാൽ രുദ്രാക്ഷ മാഹാത്മ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. രുദ്രാക്ഷം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം സുപരിചിതമായിട്ടുള്ളൊരു വസ്തുവാണ്. പല ആളുകളും അത് ധരിക്കാറുണ്ട്, പല ആളുകളും അത് പൂജാമുറിയിൽ ഉൾപ്പെടെ വെച്ച് പൂജിക്കാറുണ്ട്. അത് മഹാദേവനുമായിട്ട് ബന്ധപ്പെട്ടൊരു വസ്തു. ആ ധാരണയിലാണ് നമ്മൾ ഈ ആചരണങ്ങളൊക്കെ ചെയ്തു വരുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് രുദ്രാക്ഷം എന്നൊന്ന് അതിൻ്റെ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒരിക്കലും ത്രിപുരന്മാരെന്ന് വിളിക്കപ്പെടുന്ന 3 അസുരന്മാർ ഈ ആകാശത്ത് 3 പുരങ്ങൾ ഉണ്ടാക്കിയെന്നാണ്. സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഇരുമ്പ് കൊണ്ടും. ഇത് 3നെയും ഒരേ സമയത്ത് ഛേദിക്കാൻ സാധിക്കുന്ന ഒരാൾക്കേ അവരെ വധിക്കാൻ സാധിക്കൂ എന്ന് വരം വാങ്ങിയിരുന്നു ത്രിപുരന്മാർ. അങ്ങനെ അവർ ഭൂമിയിൽ അധർമ്മം കൊത്തി വാഴുന്ന തരത്തിലുള്ള ഭരണം കാഴ്ചവെച്ചു എന്നാണ്. ഈ സമയത്ത് ദേവന്മാർക്ക് അവരുടെ സ്ഥാനം നഷ്ടമായി. സൽക്കർമ്മങ്ങളൊന്നും തന്നെ ഭൂമിയിൽ നടക്കുന്നില്ല. പഞ്ചാക്ഷരം പോലും ഉച്ചരിക്കാൻ ത്രിപുരന്മാർ സമ്മതിക്കുന്നില്ല. ഇങ്ങനെ വളരെയധികം മോശമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ ഈ ത്രിപുരന്മാരുടെ ഭരണം ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയും ഇങ്ങനെ ഈ ത്രിപുരന്മാരെ ജീവിക്കാൻ അനുവദിച്ചാൽ ഒരു തരത്തിലും ധർമ്മത്തിൻ്റെ സംസ്ഥാപനം ഇനി സാധ്യമാവില്ല എന്ന് മനസ്സിലായ ദേവന്മാരും ഋഷികളും എല്ലാവരും കൂടെ ചേർന്ന് കൈലാസത്തിൽ പോയി ഭഗവാനെ സ്തുതിച്ചു എന്നാണ്. ഭഗവാനോട് അവർ പ്രാർത്ഥിച്ചു, ഭഗവാനെ, അങ്ങേക്ക് മാത്രമാണ് ഈ ത്രിപുരന്മാരെ നശിപ്പിച്ച് വീണ്ടും ധർമ്മത്തെ ഈ ഭൂമിയിൽ സ്ഥാപിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ ധർമ്മം സംസ്ഥാപനം ചെയ്യപ്പെട്ടാൽ മാത്രമേ നല്ലൊരു ജീവിതക്രമം ഭൂമിയിൽ ഉണ്ടാവുള്ളൂ. ഞങ്ങളെല്ലാവരും ഈ ത്രിപുരന്മാരുടെ ഈ ഒരു ആക്രമണം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിലാണ്. ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് അങ്ങയോട് പറയട്ടെ എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധിമുട്ടുകൾ മുഴുവൻ ദേവന്മാർ മഹാദേവനോട് പറഞ്ഞു എന്നാണ്. നോക്കൂ, ആരാണ് മഹാദേവൻ? ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അച്ഛൻ്റെ സ്ഥാനമുള്ള ദേവതയാണ് അദ്ദേഹം. കാളിദാസൻ രഘുവംശത്തിൽ തുടങ്ങുമ്പോൾ തന്നെ എഴുതുന്നുണ്ട്, ജഗത്തിൻ്റെ മുഴുവൻ മാതാപിതാക്കളായിട്ടുള്ള പാർവതി പരമേശ്വരന്മാരെ ഞാൻ നമസ്കരിക്കണു എന്നാണ് രഘുവംശം തുടങ്ങുമ്പോൾ കാളിദാസൻ എഴുതി തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരുടെയും അച്ഛനാണ്. ആ അച്ഛന് തൻ്റെ മക്കൾ അനുഭവിക്കുന്ന വിഷമം, അവർ ഈ ത്രിപുരന്മാരുടെ ശല്യം കൊണ്ട് അനുഭവിച്ച വേദന, അത് മനസ്സിലാക്കിയപ്പോൾ ഭഗവാന് പോലും കണ്ണീര് വന്നു എന്നാണ് കഥയിൽ പറയുക. ഭഗവാന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് അശ്രുക്കൾ വീണു എന്ന് പറയുന്നു. എന്താണ് ഭഗവാന്റെ കണ്ണ്? അതുകൂടെ ചിന്തിക്കണം. ശ്രീരുദ്രം ഭഗവാന് ജപിച്ച് അഭിഷേകം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ധ്യാനം പറയാറുണ്ട്. പീഠം യസ്യ ധരിത്രി എന്ന് തുടങ്ങുന്നൊരു ധ്യാനം. ആ ധ്യാനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഭഗവാന്റെ 3 കണ്ണുകൾ എന്തൊക്കെയാണ്. ഭഗവാന്റെ വലത്തെ കണ്ണ് സൂര്യനാണത്രേ, ഭഗവാന്റെ ഇടത്തെ കണ്ണ് ചന്ദ്രനാണ്, ഭഗവാന്റെ 3ാമത്തെ കണ്ണ് അഗ്നിയാണ്. അങ്ങനെ 3 കണ്ണുകളാണ് ഭഗവാനുള്ളത്. ആ മുക്കണ്ണനായിട്ടുള്ള ഭഗവാന്റെ കണ്ണിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ ധാരധാരയായി അശ്രുക്കൾ വീണു എന്നാണ്. അതിൽ ഭഗവാന്റെ വലത്തെ കണ്ണായിട്ടുള്ള സൂര്യനിൽ നിന്ന് 12 മുതൽ 16 വരെ തുള്ളികൾ വീണു എന്ന് പറയും. പല വ്യാഖ്യാനത്തിലും വ്യത്യാസമുണ്ട്. ഭഗവാന്റെ ഇടത്തെ കണ്ണായിട്ടുള്ള ചന്ദ്രനിൽ നിന്ന് 10 തുള്ളികൾ വീണു എന്ന് പറയും. ഭഗവാന്റെ 3ാമത്തെ കണ്ണിൽ നിന്ന് 6 തുള്ളികൾ വീണു എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ 16 എന്നും വ്യാഖ്യാനം പറയാറുണ്ട്. എന്തു തന്നെയായാലും ഭഗവാന്റെ ഈ 3 കണ്ണുകളിൽ നിന്നും വന്ന ഈ അശ്രുക്കളാണത്രേ പിന്നീട് രുദ്രാക്ഷം ആയിട്ട് മാറിയത്. രുദ്രന്റെ അക്ഷം ഭഗവാന്റെ കണ്ണ് എന്നാണ് സങ്കല്പം. അപ്പം അതിൽ ഭഗവാന്റെ ഈ വലത്തെ കണ്ണായിട്ടുള്ള സൂര്യനിൽ നിന്ന് വന്ന അശ്രുക്കളായിട്ടുള്ള രുദ്രാക്ഷങ്ങൾക്ക് ചുവന്ന നിറമായിരുന്നു അത്രേ. ഭഗവാന്റെ ഈ ഇടത് കണ്ണായിട്ടുള്ള ചന്ദ്രനിൽ നിന്ന് വന്നിട്ടുള്ള രുദ്രാക്ഷങ്ങൾക്ക് വെളുത്ത നിറമായിരുന്നു എന്നാ പറയാ. ഭഗവാന്റെ 3ാമത്തെ കണ്ണിൽ നിന്ന്, അഗ്നിയാകുന്ന കണ്ണിൽ നിന്ന് പുറപ്പെട്ട രുദ്രാക്ഷങ്ങൾക്ക് കറുത്ത നിറമായിരുന്നു എന്നും പറയാറുണ്ട്. ഇങ്ങനെയാണ് ഭൂമിയിൽ രുദ്രാക്ഷം ഉണ്ടായത് എന്ന് ദേവീ ഭാഗവതത്തിൽ നാരായണ മഹർഷി നാരദ ഋഷിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അദ്ദേഹമാണ് രുദ്രാക്ഷത്തിൻ്റെ മഹിമയും
നാരദ മഹർഷിക്ക് ദേവി ഭാഗവത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള രുദ്രാക്ഷത്തെ ശിവഭക്തരാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഭക്തർ, വിഷ്ണു ഭക്തർ എങ്ങനെയാണോ തുളസിമാലയും ഗോപീചന്ദനമൊക്കെ ഉപയോഗിക്കുന്നത്, അതുപോലെ മഹാദേവന്റെ ഭക്തർ ഉപയോഗിക്കുന്ന ആഭരണമാണ് രുദ്രാക്ഷവും ഒപ്പം തന്നെ ഭസ്മവും ത്രിപുണ്ടവും. ഇതാണ് ശിവഭക്തന്മാരെ തിരിച്ചറിയാനുള്ള ലക്ഷണമായിട്ട് പോലും പണ്ട് ഉപയോഗിച്ചിരുന്നത്. രുദ്രാക്ഷം ധരിച്ചവൻ ശിവഭക്തനായിരിക്കും എന്നാണ് പൊതുവിൽ പറയുക. അങ്ങനെയുള്ള രുദ്രാക്ഷം എവിടെയൊക്കെ ധരിക്കാം എന്നുള്ളതിനെക്കുറിച്ചും കൃത്യമായിട്ട് മഹർഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കഴുത്തിൽ, അതുപോലെ തന്നെ കയ്യിൽ, ശിരസിൽ, കണ്ണിൽ വരെ രുദ്രാക്ഷം ധരിക്കാം എന്നാണ് അതിൽ അദ്ദേഹം പറയുന്നത്. ഓരോന്നിനും കൃത്യമായിട്ടുള്ള കണക്കുണ്ട്. പലതരത്തിലും മുഖങ്ങളുള്ളതിനനുസരിച്ച് രുദ്രാക്ഷത്തിന് വകഭേദങ്ങളുണ്ട്. ഏകമുഖി, ദ്വിമുഖി, അങ്ങനെ പോവും. അതിൽ ഏകമുഖി രുദ്രാക്ഷമാണ് അത്രേ ഭഗവാനെ, മഹാദേവനെ പ്രതിദാനം ചെയ്യുന്നത്. ഒപ്പം തന്നെ പഞ്ചമുഖ രുദ്രാക്ഷവും, അതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഇത് രണ്ടും മഹാദേവനെ പ്രതിദാനം ചെയ്യണമെന്നാണ്. ഇങ്ങനെ കൃത്യമായിട്ടുള്ള അളവിൽ പഞ്ചാക്ഷരത്തോടുകൂടി രുദ്രാക്ഷം ധരിക്കുന്നവന് മഹാദേവന്റെ പ്രീതി ഉണ്ടാവും എന്നാണ് സങ്കല്പം. പ്രദോഷ ദിവസമാണത്രേ രുദ്രാക്ഷം ധരിക്കാൻ ഏറ്റവും അനുചിതമായിട്ടുള്ള ദിവസമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ പ്രദോഷ സമയത്ത് പഞ്ചാക്ഷരം ചൊല്ലിക്കൊണ്ട് ഈ പറയുന്ന വിധിക്കപ്പെട്ടിട്ടുള്ള ഏതാണ്ട് 14 മുഖങ്ങളാണ് വിധിക്കപ്പെട്ടിട്ടുള്ളത്. ആ 14 മുഖങ്ങളിൽ ഏതെങ്കിലും ഒരു രുദ്രാക്ഷം ഒരു ഗുരുവിൻ്റെ അടിസ്ഥാനത്തിൽ ജപിക്കണമെന്നാണ്. ഏതെങ്കിലും രുദ്രാക്ഷം നമുക്കിഷ്ടമുള്ള പോലെ അങ്ങോട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളതല്ല. നമ്മളുടെ പ്രാപ്തിക്കനുസരിച്ച്, നമ്മളുടെ കുണ്ഡലിനി ശക്തിയുടെ കഴിവിനനുസരിച്ച് ഒരു ഗുരുവിൻ്റെ ഉപദേശപ്രകാരം വേണം രുദ്രാക്ഷം ധരിക്കാൻ എന്നാണ് പൊതുവിൽ പറയാറുള്ളത്. രുദ്രാക്ഷം ധരിക്കുന്ന സമയത്ത് ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ വിശദമായിട്ട് ദേവി ഭാഗവത്തിലും ശിവപുരാണത്തിലും പറയുന്നുണ്ട്. അതനുസരിച്ചിട്ട് വേണം രുദ്രാക്ഷത്തെ നമ്മൾ ഉപയോഗിക്കാൻ എന്നുള്ള എളിയ അഭ്യർത്ഥന കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചുകൊണ്ട് ഭഗവാൻ മഹാദേവന്റെ പ്രത്യക്ഷ സ്വരൂപമായിട്ടുള്ള ആ രുദ്രാക്ഷത്തെ നമസ്കരിച്ചുകൊണ്ട് മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.